നമസ്കാരം. രുചിലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. എങ്ങനെയാണ് ഈസിയായി സിമ്പിളായ ഒരു മുട്ടക്കറി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ മുട്ട എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു 10 to 12 മിനിറ്റ് വേവിച്ചെടുക്കുക. അടുത്തതായി നമ്മളിവിടെ എടുക്കുന്ന 2 സവോളയാണ്. 2 സവോള ചെറുതായി സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ 2 തക്കാളി നല്ല രീതിയിൽ പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. ചൂടായി വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് ജീരകം എന്നിവ ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവോള ആഡ് ചെയ്യുക. കൂടെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് ലേശം ഉപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പച്ചമുളക് ആഡ് ചെയ്യാം. ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം നന്നായി തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 10-15 മിനിറ്റ് നന്നായി ഒന്ന് കുക്ക് ചെയ്യാൻ സമയം കൊടുക്കുക. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 to 5 മിനിറ്റ് കൂടെ നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക, മസാലയൊക്കെ മുട്ടയിൽ പിടിക്കുന്നിടം വരെ. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ചൂട് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ കഴിയും. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.